ചര്യനുസരിച്ചുള്ള സുന്നത്തി എന്ന നിലക്കാണ് പണ്ഡിതന്മാർ എണ്ണിയത്. പ്രവാചകൻ ഒട്ടകത്തിൽ പോയിരുന്നു, ഒട്ടകത്തിന്റെ പുറത്ത് പോയിരുന്നു. അതുപോലെ തന്നെ പ്രവാചകൻ കാരക്ക കഴിച്ചിരുന്നു. ഇതുപോലത്തെ ഒരു ചര്യ എന്ന നിലക്കാണ് പണ്ഡിതന്മാർ അതിനെ എണ്ണുകയും വീക്ഷിക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു മനുഷ്യൻ ഈ വിഷയത്തിൽ മുഹമ്മദ് നബിയോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ടത് ചെയ്താൽ പുണ്യം കിട്ടില്ലെന്ന് പറയാൻ നമ്മൾ ആളുകളല്ല. അതുകൊണ്ട് തന്നെ ആധികാരികമായ ഒരു വിഷയം എന്ന നിലക്ക് കൂടുതൽ നിങ്ങൾ പണ്ഡിതന്മാരോട് അന്വേഷിക്കേണ്ടതാണ്. അപ്പൊ ഇത് പഠിച്ചിട്ട് പോരായിരുന്നോ പറയാൻ? പിന്നെ ലാസ്റ്റ് പണ്ഡിതന്മാരെ ഏൽപ്പിക്കണോ? നിങ്ങളിൽ നിന്ന് അതിന്റെ മറുപടി വ്യക്തമായി കിട്ടുമെന്ന നിലക്കാണ് നിങ്ങൾ ഏൽപ്പിച്ചത്. അപ്പൊ നോക്കുമ്പോ കൂടെ പറഞ്ഞിട്ടാകെ നാശാക്കി. നിങ്ങൾ കേട്ടോ, തുടക്കം തന്നെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൊപ്പി ധരിച്ചിട്ടില്ല, പക്ഷെ തലമറക്കുന്ന ഏർപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ തൊപ്പി എന്ന് പറഞ്ഞാൽ പിന്നെ എവിടെ മറക്കുന്ന സാധന? അതാ തിരിയാത്തത്. നിങ്ങൾ പറയും, അതൊന്നും കൂടെ ഇട്ട് കൊടുക്കുമോനെ. കേൾക്കട്ടെ, ജനങ്ങൾ നന്നായി കേൾക്കട്ടെ. മഹാനായ പ്രവാചകൻ ഒരിക്കൽ പോലും തൊപ്പി ധരിച്ചിട്ടില്ല. അദ്ദേഹം തലമറക്കുക എന്ന രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. മഹാനായ പ്രവാചകൻ ഒരിക്കൽ പോലും തൊപ്പി ധരിച്ചിട്ടില്ല. അദ്ദേഹം തലമറക്കുക എന്ന രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. കേട്ടില്ലേ? തലമറക്കുന്ന ഏർപ്പാട് അദ്ദേഹത്തിന് കിട്ടാ. ഇസ്ലാമിക ശരീഅത്ത് കൊണ്ടല്ലേ കളിക്കുന്നത്. നാവിനെ പടച്ചുറപ്പ് വായിക്കി കൊടുക്കോ എന്ന് മനസ്സിലാക്കി. ലോക മുസ്ലിമീങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടാനുള്ള സ്വഭാവമല്ലേ എടുക്കുന്നത്. ആരാളെന്നറിയോ? താജുദ്ദീൻ സ്വലാഹി. കോട്ടക്കൽ സംവാദം കേട്ട ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കൂടെ ഇരുന്നിരുന്ന ആളാ, ഒരക്ഷരം പറയാൻ എണീക്കാത്ത മൗലവി. കാരണം പാണ്ഡിത്യത്തിന്റെ ഊക്കോണ്ട് അങ്ങനെ എണീക്കാൻ പറ്റൂലല്ലോ. കുറച്ച് കൂടിയാൽ അങ്ങനെയുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം.